ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പാലോട് രവി, നമ്മൾക്ക് ഇത്ര നന്നായി സംസാരിച്ച അധ്യക്ഷൻ, നമ്മുടെ UDF ചെയർമാനും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ എല്ലാ കാര്യങ്ങളും നയിക്കുന്ന നമ്മുടെ സ്വാഗതം കൂടി പറഞ്ഞ ശ്രീ PK വേണുഗോപാൽ, ഇതാ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻജി, ഞാൻ ഒരു വാക്ക് പറയട്ടെ. നമ്മൾ ഈ ചടങ്ങിന് നമ്മളുടെ ഈ വികസനത്തിന്റെ റിപ്പോർട്ടൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മളുടെ സെൽവരാജിനെ പോലെ ഒരു ex-MLA ഇരിക്കുന്നു, അദ്ദേഹത്തെ നിങ്ങൾ ചിലവർ അദ്ദേഹത്തെ BJPക്ക് ആക്കി കഴിഞ്ഞു, അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് അതൊരു സന്ദേശമല്ലേ നേരിട്ട് വിചാരിച്ചതാണ്. പക്ഷെ ഒരേ സമയത്ത് ഒരു ചിന്ത വന്നു, നമ്മൾ ഈ പ്രവർത്തനം ചെയ്യണത് 15 വർഷക്കാലം ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നമ്മൾ ഈ പ്രവർത്തനം ചെയ്തത് ജനസേവനമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു നോൺ പൊളിറ്റിക്കൽ നേതാവ്, ഒരു പൗരപ്രമുഖൻ, ഈ നാടിന് രാഷ്ട്രീയത്തിന്റെ അതീതമായി കാണുന്ന ഒരു വ്യക്തി, എല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചാൽ എല്ലാവരും മനസ്സിൽ ഒറ്റ പേര് വരുന്നത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഈ റിപ്പോർട്ട് കൊടുത്താൽ ഇത് ശരിക്ക് ഒരു തെരഞ്ഞെടുത്ത ജനപ്രതിനിധി ഒരു സാമൂഹ്യത്തിലെ ഒരു ജനപ്രതിനിധിക്ക് കൈമാറുന്ന പോലെയാണ് വിചാരിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. അദ്ദേഹം വന്നതിന് ഞാൻ വലിയ നന്ദി പറയുന്നു. ഐ എം മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ. അതിപ്പോൾ വേദിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകരെ ഞാൻ രണ്ടുപേരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ UDFിലെ ജില്ലാ കൺവീനറായ ശ്രീ വെമ്പുലി സീൻ, ശ്രീ വിനോദ് സെൻ, ശ്രീ സുഗതവർദ്ധൻ, ശ്രീ വരകുമാരൻ ശ്രീകുമാർ, CGS ബാബു, എല്ലാവരും ഇവിടെ ഉണ്ട്. വേദിയിൽ സഹകരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, ആലപ്പുഴ മുതൽ നമ്മളുടെ പാരശാല വരെ മത്സരം ഓരോരോ ഭാഗത്തും വന്ന എല്ലാ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ ക്ഷണിച്ചു കൂടിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഒപ്പം 2 വാക്കും കൂടി പറഞ്ഞിട്ട് നമ്മൾ അതിനെ റിലീസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളും എടുക്കാം. ഞാൻ 15 വർഷക്കാലമായിട്ട് നിങ്ങൾ സേവനം ചെയ്തപ്പോൾ പല തെരഞ്ഞെടുപ്പിലും പല അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കേൾക്കാനുള്ള പിന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ നടക്കുമെന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുപോയി. ഈ തവണ പ്രത്യേകിച്ച് നമ്മുടെ എതിരാളികൾ നടക്കുന്നത് 15 വർഷക്കാലം ഒന്നും നടന്നിട്ടില്ലല്ലോ തിരുവനന്തപുരത്ത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾക്കൊരു മറുപടി കൊടുക്കാൻ ഒരു 68 പേജിന്റെ മറുപടിയാണ് ഇപ്പോൾ ഇറക്കുന്നത്, ഇംഗ്ലീഷിലും മലയാളത്തിലും. ഇംഗ്ലീഷിൽ ഒരേ എതിരാളിക്ക് വായിക്കാൻ കൂടെ സൗകര്യം ഉണ്ടാവും വിചാരിക്കുന്നു, മറ്റേ ആൾക്കാർക്ക് വായിക്കാനുള്ള എല്ലാ ഭാഷയിലും നമ്മൾ ജനങ്ങളുടെ അരികിൽ എത്തിക്കണം. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മാത്രമാണ്. നമ്മൾ പല കാര്യങ്ങളെ ഈ നഗരത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു. ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് അറിയാം, ഞാൻ തന്നെ സംബന്ധിച്ച് പല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. എനിക്കിപ്പോൾ കൂടി ഓർമ്മയില്ല, ഒരു ആദ്യത്തെ ചടങ്ങിൽ ഒരു മാധ്യമ സ്ഥാപനം പല പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിച്ചു. അതിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, വേറെ ജനങ്ങളുണ്ടായിരുന്നു. 15 വർഷം മുമ്പത്തെ കഥ പറയണം ഞാൻ. അവിടെ ആൾക്കാരൊക്കെ ഏതൊക്കെയാണ് അവരുടെ മനസ്സിൽ ഈ നാടിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു. അത് മുതൽക്ക് തന്നെ ഞാൻ ഓരോരോ കാര്യത്തിൽ ഇടപെട്ടതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എത്തുന്ന സമയത്ത് അറിയാത്ത ചില കാര്യങ്ങളായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഉദാഹരണമാണ് ഈ നാഷണൽ ഹൈവേ ബൈപ്പാസിന്റെ കഥ. ഞാൻ പ്രചരണം ആരംഭിച്ച ശേഷമാണ് ആൾക്കാർ കണ്ണിൽ നീര് വെച്ചിട്ട് വന്ന് പറഞ്ഞത്, നോക്കൂ സാറേ, 40 വർഷമായി ഞങ്ങളുടെ ഭൂമിയിൽ കല്ലിട്ടിട്ട്, പക്ഷേ ഈ ഹൈവേ ആരും കെട്ടിയിട്ടില്ല. ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞത് മാറ്റിയിരിക്കും. 40 വർഷം കഴിഞ്ഞു, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ കല്ല് മാറ്റിത്തരും, അല്ലെങ്കിൽ ഈ ഹൈവേ കെട്ടിത്തരും. ഈ സ്ഥിതി ഞങ്ങൾക്ക് തുടരാൻ സാധിക്കില്ല. ഞാൻ അതിനൊരു വെല്ലുവിളി എടുത്തിട്ട് എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ജയിച്ച ശേഷം ഡൽഹിയിൽ നാടിന് തിരിച്ചു പോയപ്പോൾ ആ കാലത്ത് ഹൈവേ മന്ത്രി ശ്രീ കമൽനാഥിനൊപ്പമായിരുന്നു. ആ കാലം മുതൽക്ക് മന്ത്രിമാരെയും കണ്ടിട്ടും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടും ഈ പ്രോജക്റ്റിന് അപ്രൂവൽ മേടിച്ച് അതിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി. എനിക്കറിയാം, അവസാനത്തെ മന്ത്രി അതേ കാര്യത്തിൽ ഓസ്കർ ഫെർണാണ്ടസ് അതിന്റെ കഴിഞ്ഞ് ബഡ്ജറ്റ് ഉൾപ്പെടുത്തി 2013 യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് പിന്നെ എല്ലാ സ്റ്റേജിലും
ഈ റോഡിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എല്ലാത്തിലും മുൻകൈ എടുത്ത് സർവേ നടത്താൻ സർവേയർമാരൊക്കെ വേറെ ജോലിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. റവന്യൂ മിനിസ്റ്ററെ വിളിച്ചിട്ട് സർവേ നടത്തിക്കാനും സമയത്ത് ഇറക്കാനും ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ സമയത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്ററിനെ വിളിച്ചത് കൂടി അടക്കമാണ് ഞാൻ ഏറ്റെടുത്തു. എനിക്ക് മനസ്സിലായി ആൾക്കാർ ചിലവര് വിചാരമാണ് മുദ്രാവാക്യങ്ങൾ വിളിച്ചാൽ വികസനം വരുന്നത്. എനിക്കറിയാം അത് സത്യമല്ല. നമ്മൾക്ക് ഓരോരോ കാര്യത്തിൽ ഒരു ഡിലിജൻസോടെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതോടെ വലിയ അഭിമാനത്തോടെ ഇതെല്ലാം നടന്ന് ഔപചാരികമായി പ്രഖ്യാപിച്ച ശേഷം ആദ്യത്തെ ചെക്കുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്നത് കാണാൻ എനിക്ക് എത്ര വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അത് മാത്രമല്ല, ഇത് 2014 തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്ന മുമ്പ് എല്ലാം ആരംഭിച്ച കാരണം ഇലക്ഷൻ വന്നിട്ട് കൂടിയ പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചു. അതോടെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം കിട്ടി, പ്രത്യേകിച്ച് 40 വർഷം മുതൽ കാത്തിരിക്കുന്നു ആൾക്കാർ. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖന്റെ വിഷയം നോക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇത് 1992 ഷി ക്യാൻറ്റീനേഴ്സ് കാല സമയത്ത് എം വി രാഘവൻ പ്രഖ്യാപിച്ച ഒരു സ്വപ്നമായിരുന്നു. ഞാൻ ഇവിടെ 2008-2009 എത്തുമ്പോൾ 10-16 വർഷമായിട്ട് നടക്കാത്ത ഒരു പദ്ധതിയായിട്ടാണ് എല്ലാവരും എന്നെ വന്ന് കണ്ടത്. ഒരു വിഴിഞ്ഞം ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന തീരദേശത്തെ ആൾക്കാരാണ് പ്രത്യേകിച്ച് എന്നെ ചൂണ്ടിക്കാണിച്ചത് ചെയ്യണമെന്ന്. ഇതെല്ലാം കണ്ടിട്ട് ഇൻഫാക്ട് ഇവിടെ നമ്മുടെ വെള്ളായംകുളം ബിഷപ്പിന്റെ തൊട്ടടുത്തൊരു ആനിമേഷൻ സെന്ററിൽ അവരുടെ വികാരി ജനറലിന്റെ നേതൃത്വത്തിൽ വലിയൊരു ചടങ്ങ് നടത്തി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചിട്ട് ഇതിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ശ്രീ അച്യുതാനന്ദ സമയത്തെ അവര് ടെൻഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കമ്പനികൾ പങ്കെടുത്തതിനെ നമ്മുടെ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അതിലൊക്കെ ചൈനീസ് പങ്കമുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു വലിയൊരു പ്രധാനപ്പെട്ട തുറമുഖം സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ശേഷം അവസാനത്തിൽ ശ്രീ അച്യുതാനന്ദ കാലത്തിൽ ഒന്നും നടന്നില്ല. അപ്പോഴാണ് ശ്രീ ഉമ്മൻചാണ്ടി വന്നപ്പോൾ വീണ്ടും ടെൻഡർ ഇറക്കിയത്. ആദ്യത്തെ ടെൻഡറിൽ നിങ്ങൾക്കറിയാം ഒരൊറ്റ വയബിൾ ബിഡ് ഉണ്ടായിരുന്നില്ല. ആരും ബിഡ് ചെയ്തവർക്ക് തീരെ കഴിവില്ലാത്ത കമ്പനികളായിരുന്നു. ആ സ്ഥിതിയിൽ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, ശശി ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാ വ്യക്തികളും ഉപയോഗിച്ചിട്ട് ചെയ്തു തരണം. ഇത് നാടിന്റെ ഒരു വലിയ ആവശ്യമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വല്ലവരെയും കണ്ടുപിടിക്കണം. ഞാൻ ഒരിക്കലും കൂടി ടെൻഡർ ഇറക്കാൻ പോവാണ്. ഇനി ആരും വന്നിട്ടെങ്കിൽ നമുക്ക് വലിയൊരു വീഴ്ചയായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ. എന്തോ ഒരു ഭാഗ്യത്തോടെ ഞാൻ ന്യൂയോർക്കിൽ ഒരു പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ഒരേ ഒരു ലൈനിൽ നിൽക്കുന്നു. ഞാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ആ കാലത്ത്, ശ്രീ ഗൗതം അദാനി. അദ്ദേഹം എന്നെ റെക്കഗ്നൈസ്, ഞാൻ അദ്ദേഹത്തെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഫ്ലൈറ്റിലൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ടോ? ശരി, നമ്മൾ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ ഇരുന്ന് സംസാരിച്ചിട്ട് വിഴിഞ്ഞത്തിന്റെ ആവശ്യവും ഈ രാജ്യത്തിന്റെ ഇതിന്റെ പ്രാധാന്യവും കേരളത്തിനും ദക്ഷിണ ഭാരതത്തിനും ഗുണം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്ത് ഉടനെ ഈ ടെൻഡർ ഡോക്യുമെന്റ് മേടിക്കാൻ എന്റെ സ്റ്റാഫിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അദ്ദേഹം പറഞ്ഞു പോയ വാക്ക് പാലിച്ചു. ടെൻഡറിൽ ബിഡ് ചെയ്തു. അതെല്ലാം ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ഒറ്റ വയബിൾ ബിഡ് വന്ന ശേഷമാണ് നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് പദ്ധതി ആരംഭിച്ചത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എല്ലാം ഓരോന്ന് പൂർത്തിയാക്കാനും നമ്മൾക്ക് അതിനൊപ്പം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളുടെ നാഷണൽ ഹൈവേന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു 101 സമയത്ത് 101-103 അതിന്റെ സ്റ്റാഫിന്റെ കണക്ക് പ്രകാരം നമ്മൾ ഓരോരോ ഭാഗത്ത് ഇടപെടാൻ ആവശ്യമുണ്ടായിട്ടായിരുന്നു. ചില സമുദായ വിഷയങ്ങൾ, ചില ഒരു സ്ഥലത്ത് ഒരു അണ്ടർ പാസ് വേണം, അല്ലെങ്കിൽ ഒരു ഇന്റർചേഞ്ച് വേണം, അല്ലെങ്കിൽ ഒരു ഓവർ പാസ് വേണം എന്നൊക്കെ പല ആൾക്കാർ അവരുടെ ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ സമരവും കൂടി ഉയർത്തിയപ്പോൾ ഞാനാണ് അവർ പോയി കണ്ട് സംസാരിച്ചിട്ട് ആശ്വാസം കൊടുത്ത് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കൊണ്ടുവരാൻ ചെയ്തത്. അപ്പോ ചിലർ പറയുന്നു ഈ റോഡിനെ പൂർത്തിയാക്കിയത് ഞാൻ തരൂർ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ പൂർത്തിയാക്കിയത് BJP ആണെന്ന് പറയുമ്പോൾ ആ പൂർത്തിയാക്കുന്നതിലും നിലവിലുള്ള MP ആയിട്ട് എനിക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. അത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ, ആൾക്കാരുടെ ജീവിതത്തെ തൊടുന്ന ഓരോരോ കാര്യങ്ങൾക്ക് ഒരു MP-ക്ക് ഡൽഹിയിൽ ചെയ്യാൻ സാധിക്കും. അത് താങ്കളുടെ സ്വാധീനം ഉപയോഗിക്കാൻ അറിയണം. ഒരു ഉദാഹരണം ആണെങ്കിൽ പാറശാലയിൽ 27 വർഷമായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ട്രെയിൻ നിൽക്കണം. ഇത്ര വലിയ സ്റ്റേഷൻ, പക്ഷെ ആകെ രാവിലെ ഒരു ട്രെയിൻ ഈ വഴിക്കും വൈകുന്നേരം ഒരു ട്രെയിൻ ആ വഴിക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ MP ആകുന്ന സമയത്ത്. അവരെല്ലാവരും വലിയൊരു ആവശ്യമായിരുന്നു. ഞാൻ റെയിൽവേ ബോർഡ് ചെയർമാനെ കണ്ടിട്ട് അദ്ദേഹം സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തതിന്റെ പ്രാധാന്യം എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് വലിയ സന്തോഷത്തോടെ 4 എക്സ്പ്രസ് ട്രെയിനുകൾ പാറശാലയിൽ നിൽക്കാൻ തുടങ്ങിയത്. അപ്പൊ വിചാരിക്കുക, ഒരു സാധാരണ വ്യക്തി തിരുവനന്തപുരത്ത് ജോലി എടുക്കാൻ വേണ്ടി
എല്ലാ ദിനവും 50 രൂപ ചെലവാക്കി ബസ്സിൽ കയറി 2 മണിക്കൂർ ഇരുന്നിട്ട് ട്രാഫിക്കിൽ തിരുവനന്തപുരത്ത് വരാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു വ്യക്തി ഇപ്പൊ 5 രൂപ അത് കഴിഞ്ഞ് 10 ആയി. 10 രൂപയ്ക്ക് 1 മണിക്കൂറിനകത്ത് നഗരത്ത് ട്രെയിനിൽ എത്താൻ സാധിക്കുന്നവർക്ക് അതൊരു സൗകര്യമല്ലേ? ഇതും വികസനമല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് എല്ലാ തവണയും എല്ലാ വർഷവും ഉണ്ടായിട്ട്. അതുപോലെ തന്നെ കഴക്കൂട്ടത്തിൽ ടെക്നോ പാർക്ക് ഞാൻ വലിയൊരു പ്രാധാന്യം കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ ടെക്നോ പാർക്ക് നമ്മുടെ അഭിമാനമായിരുന്നു. ഞാൻ വരുമ്പോൾ 2008-09 ആകെ 17,500 വ്യക്തികളെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മളൊരു ടാർഗറ്റ് ആയിരുന്നു, ഇതിനൊരു 70,000 വരെയെങ്കിലും കൊണ്ടുപോകണം. അഭിമാനത്തോട് പറയാതെ എത്തിക്കഴിഞ്ഞു. അതിൽ ഞാൻ ഓരോരു ടെക്നോ പാർക്ക് സിഇഒന്റെ ഒപ്പം സഹകരിച്ചിട്ട്, ഒരു ഉദാഹരണമാണ് ഓറക്കിൾ കമ്പനിയിൽ ഞാനാണ് ആദ്യം അവരുടെ കോൺടാക്ട് കണ്ടുപിടിച്ചിട്ട് ഒരു വീഡിയോ കോൺഫറൻസ് അറേഞ്ച് ചെയ്ത് സിഇഒ ഞാനും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഓറക്കിളിന്റെ ഒരു കമ്പനി സ്ഥാപിക്കേണ്ടതെന്ന് ചർച്ച ചെയ്തു വന്നത്. അതുപോലെ തന്നെ നിസ്സാൻ ഇവിടെ വരാൻ ആലോചിക്കുന്ന സമയത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, അതിന് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരിനെയും ഗ്യാരണ്ടി അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അതിനൊപ്പം ഞാനും അവരുടെ ഡയറക്ടർ ബോർഡിനോട് സംസാരിച്ചിട്ട് ചില ഫ്രഞ്ച് വ്യക്തികളുണ്ടായിരുന്നു തീരുമാനം എടുക്കുന്നവർ, അവരോട് അവരുടെ ഭാഷയിൽ സംസാരിച്ചിട്ട് തിരുവനന്തപുരത്തിന് ഓരോരു ഗുണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് നിസാനിന്റെ കമ്പനി IT സെക്ഷനെ അവർ നമ്മുടെ ടെക്നോ പാർക്കിൽ കൊണ്ടുവന്നത്. എന്റെ വ്യക്തിബന്ധങ്ങൾ എല്ലാം വെച്ച് വലിയൊരു തെളിവ് നമ്മുടെ നഗരത്തുണ്ടായത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളാണ്. കേരളത്തിന്റെ അത് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കേണ്ട UAE കോൺസുലേറ്റ്. ഞാൻ നേരിട്ട് അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ എന്നോട് സംസാരിച്ചിട്ട്, ഒരിക്കലല്ല പലതവണ സംസാരിച്ചിട്ട് അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടാണ് ഇവിടെ ഒരു UAE കോൺസുലേറ്റ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. അത് എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഗുണം ചെയ്തിട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാം. മണക്കാട് പോയ വരിവരിയായ ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്ന വിസയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് നമ്മളുടെ കേരളത്തിന്റെ യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ശ്രീലങ്കയിലെ ഒരു ഓണററി കോൺസുലേറ്റ് ഞാനാണ് MEയോട് സംസാരിച്ചിട്ടും ശ്രീലങ്കക്കാരോട് സംസാരിച്ചിട്ടും ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചത്. ഈ ഇന്റർനാഷണലൈസേഷൻ വെറും ഒരു പേരിന് വേണ്ടി മാത്രമല്ല, ജനങ്ങൾക്ക് സൗകര്യം കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഓരോരോ കാര്യത്തിന് വേണ്ടി സഹകരിക്കാൻ സാധിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ചില ഉദാഹരണങ്ങൾ മാത്രമേ തന്നുള്ളൂ. 68 പേജിൽ ഇനി കുറേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാനും കാണാനും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അടിസ്ഥാനം ഇല്ലാത്ത ആരോപണങ്ങൾ കേൾക്കാൻ നമ്മൾക്ക് പഴക്കമുണ്ട്. അതാണ് നമ്മുടെ അനുഭവം, കുറച്ച് ഇലക്ഷനായിട്ട് 3 തെരഞ്ഞെടുപ്പായിട്ട്. പക്ഷേ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് മറ്റേതൊരു അടിസ്ഥാനമില്ലാത്ത പ്രഖ്യാപനങ്ങളാണ്. തിരുവനന്തപുരത്ത് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇത് പറയണം, ഇനി നടക്കും. അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഗ്യാരണ്ടിനെ കുറിച്ച് നമ്മളൊന്ന് ചോദ്യം ചോദിക്കേണ്ടത്. ഇതുവരെ ഈ 10 വർഷക്കാലം മോദി സർക്കാരിന്റെ ഭരണത്തിൽ എന്താണ് അവര് കേരളത്തിന് വേണ്ടിയിട്ടോ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടോ ചെയ്തിരിക്കുന്നത്? അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു ചോദ്യമാണ്. കാരണം അവരുടെ റെക്കോർഡ് എന്താണ്, അവരുടെ ഗ്യാരണ്ടി എന്താണ്? വാഗ്ദാനം തന്നതിനെ അവർ പാലിക്കില്ല, അത് മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. ഞാൻ 3 വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ. പാർലമെന്റിൽ വാഗ്ദാനം തന്നതാണ് ഒന്ന് പ്രത്യേകിച്ച്. അത് എഴുതി 2015-16 ബജറ്റിൽ നമ്മളുടെ തിരുവനന്തപുരത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ആക്കാന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ബഡ്ജറ്റിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവർ ആ വാഗ്ദാനത്തിനെ അവർ പാലിച്ചില്ല. അത് മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്തിലാണ്, കേരളത്തിലല്ല. അതുപോലെ തന്നെ ഞാൻ പാർലമെന്റിൽ നിരവധി തവണയും മന്ത്രിമാർക്ക് എഴുതിയിട്ടും ആവശ്യപ്പെട്ട ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറെ അതേ വാഗ്ദാനം തന്നു. ഇവിടെ വന്നിട്ട് മന്ത്രി ഒരു തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിലും കൂടി പ്രഖ്യാപിച്ചു. ഈ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിനെ എന്തായാലും പൂർത്തിയാക്കാന്ന് പറഞ്ഞ ശേഷം ആ നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ആയുർവേദ സ്ഥാപിച്ചത് എവിടെയാണ്? ഗുജറാത്തിൽ. ഞാൻ സംസാരിക്കുന്നത് ഗുജറാത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അവസാനത്തിൽ നിങ്ങൾക്കറിയാം ഈ നാടിന് വേണ്ടി ഒരു എയിംസ് തരാമെന്ന് പറഞ്ഞു. എയിംസ് എവിടെ വന്നിരിക്കണം? 10 വർഷമായി അവർ പല സംസ്ഥാനങ്ങൾ, അവർക്ക് സൗകര്യമുള്ള സംസ്ഥാനങ്ങളിൽ അവർ എയിംസ് ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇതുവരെ വന്നിട്ടില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ശേഷം ചില വാഗ്ദാനം വന്നിട്ട് ഈ 10 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റേഴ്സ് കൊണ്ടുവരുന്നു. അത് എപ്പോൾ പൂർത്തിയാവും നമ്മൾ കാണാം. പക്ഷെ അതല്ല പ്രശ്നം ഇത് മാത്രമാണ്. ഇതുവരെ വാക്ക് പാലിക്കാത്തൊരു സർക്കാർ വന്നിട്ട് പുതിയ വാഗ്ദാനങ്ങൾ തരുമ്പോൾ നമ്മൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വിശ്വസിക്കുന്നത്? ഇതല്ലേ നമുക്ക് ചോദിക്കാനുള്ള അവകാശം. അഥവാ ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രമല്ല 3 തവണ വാഗ്ദാനങ്ങളെ പാലിക്കാതെ പൊളിച്ച് ശരിക്ക് കള്ളത്തരം പറഞ്ഞു ചൂണ്ടിക്കാണിച്ച സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്താണ് ഗ്യാരണ്ടി പറയുന്നത്? പിന്നെ ആർക്കാണ് ഈ ഗ്യാരണ്ടികൾ? ചില സംവരണയ്ക്ക് ഈ മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാർക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ടോ? 2 കോടി തൊഴിൽ എല്ലാ വർഷവും ഉണ്ടാക്കാന്ന് പറഞ്ഞ സർക്കാർ
1 കോടി തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മുടെ നാട് ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ ഫിഗേഴ്സ് 1938 മുമ്പ് 1938 ശേഷം വെച്ച ഫിഗേഴ്സത്തെ എല്ലാം വെച്ച് കൂടുതൽ തൊഴിലില്ലായ്മയാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. അത് ഈ സർക്കാരിന്റെ വലിയൊരു സംഭാവനയാണ് നമ്മൾ. അപ്പൊ എന്താ അവര് ഗ്യാരണ്ടി? അവരെല്ലാവർക്കും കള്ളപ്പണം സ്വിസ് ബാങ്കിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നൊരു 15 ലക്ഷം എല്ലാ ഇന്ത്യക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുന്നതിന് ശേഷം ആർക്കൊരു പൈസ കിട്ടിയിട്ടുണ്ടോ? അവരെന്താ പറയണത്? അതൊരു ജുംല ആയിരുന്നു. ജുംലയാണ് അവർ ഗ്യാരണ്ടി. ജുംല എന്ന് പറഞ്ഞാൽ ഇലക്ഷന് കൊടുക്കുന്ന വാക്ക്, അതൊന്നും ശരിക്കും നമ്മൾ കൂടുതൽ ഗൗരവമോടെ എടുക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. ആ ജുംല എന്ന് പറഞ്ഞ വാക്കാരാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ. അങ്ങനെയുള്ള ജുംലയാണ് ഈ മോദി ഗ്യാരണ്ടീന്റെ ഒരൊറ്റ അർത്ഥം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിയും അറിവും കഴിവുള്ള ആൾക്കാരാണ്. നമ്മളിതെല്ലാം ചൂണ്ടിക്കാണിച്ച് നോക്കിയാൽ മതി. പെട്രോൾ വിലക്കയറ്റം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പെട്രോളും ഡീസലും ടാക്സാണ്. ഭൂരിപക്ഷം ടാക്സ് കൊണ്ട് കൂടി വന്നിരിക്കുക. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് ചിദംബരം 2 മാസം മുമ്പ് പറഞ്ഞു, പേടിക്കേണ്ട, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന 1-2 ദിവസം മുമ്പ് കുറച്ചൊരു ചുരുക്കമുണ്ടാകും. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇന്നലെ 2 രൂപ ചുരുക്കി പെർ ലിറ്റർ, ഇല്ലേ? നോക്കിക്കോളും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും അവർ കയറ്റാൻ ശ്രമിക്കും. അതന്നെ നമ്മൾ ഓരോരോ കാര്യത്തിൽ കാണുന്നത്. ഇങ്ങനെ ജനങ്ങളുടെ മനസ്സും വിശ്വാസവും കളിക്കുന്ന ഒരു സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് ചോദിക്കുമ്പോൾ ഞാൻ 2 മറുപടി മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, ഈ പ്രവർത്തനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനം ഇനിയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആളുണ്ട്. നമ്മുടെ മുൻ DCC പ്രസിഡന്റ് ശ്രീ മോഹൻകുമാറിനെ സ്വാഗതം പറയുന്നു. അത് മാത്രമല്ല, ഒരു അവസാനത്തെ പോയിന്റ് വരെ ഞാൻ നിർത്താം. അതെന്താണ്? രാഷ്ട്രീയത്തിൽ വികസന പ്രവർത്തനം അത്യാവശ്യമാണ്. ആരും വികസനം വേണ്ടാന്ന് പറയില്ല. ചില വിഷയങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കൊണ്ടുവരാനാണ് ഈ ഉത്തരവാദിത്തം. പക്ഷെ വികസനമല്ല മാത്രമല്ല ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയുടെ സംസാരിക്കാൻ ആവശ്യമുള്ളത്. വേറൊരു വിഷയം എന്താണ് നമ്മളുടെ നിലപാട്? ഈ രാജ്യത്ത് പല വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞാൻ നിരവധി തവണ പറഞ്ഞിരിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും ഭാരതത്തിന്റെ ആത്മാവിന് വേണ്ടി ഒരു സംഘർഷമാണ്. കാരണം ഭാരതത്തെ കുറിച്ച് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൗലാന ആസാദും ഡോക്ടർ അംബേദ്കറും ഉണ്ടായിരുന്ന ഒരു സങ്കല്പം ഭാരതം എന്താണെന്ന്, അതിനെ ഇപ്പോൾ വെല്ലുവിളി തരുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ഭരിക്കുന്ന BJP സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഭരണകാരൻ പറയുന്നു, നിങ്ങളുടെ ജാതി ഏതായാലും, നിങ്ങളുടെ മതം ഏതായാലും, നിങ്ങളുടെ ഭാഷ ഏതായാലും, നിങ്ങളുടെ ജന്മസ്ഥാനം ഏതായാലും അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങളെ മറ്റെല്ലാ ഭാരതീയ പൗരനെ പോലെ ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് അടിസ്ഥാനം. പാകിസ്ഥാൻ അങ്ങനെ ആയിരുന്നില്ല. പാകിസ്ഥാൻ പോയിട്ട് പറഞ്ഞ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ദേശീയത, അവിടെയാണ് ഞങ്ങൾ ആ മതത്തിന് വേണ്ടി ആ മതം ജനങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കുന്നത്. അതല്ല ഭാരതം. നമ്മുടെ ഭരണഘടന വായിച്ചാൽ മതി, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമല്ല, നമ്മുടെ രാജ്യത്തിന്റെ യാഥാർത്ഥ്യമാണ്. എല്ലാ വിധത്തിലെ വ്യക്തികളും ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് സഹകരിക്കുന്നു. കേരളം ഇതിന്റെ ഒരു മാതൃകയാണ്. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, ക്രൈസ്റ്റിന്റെ 500 വർഷം മുമ്പ് യഹൂദികൾ ഇവിടെ വന്നിട്ട് അഭ്യർത്ഥികളായി വന്ന് അവരെ സ്വീകരിച്ചു. സെയിന്റ് തോമസ് വന്ന് ഇവിടെ ക്രിസ്ത്യൻസിനെ ഉണ്ടാക്കി അവരെ സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, ഇസ്ലാം വന്നത് എങ്ങനെയാണ്? ഇവരെ വാളെടുത്തിട്ട് വരുന്നത് പറഞ്ഞാൽ ഒരിക്കലുമില്ല. ഇവരൊക്കെ പല നൂറ്റാണ്ടായിട്ട് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ട്രേഡ് ചെയ്യുന്നതായിരുന്ന മെർച്ചൻസ് ആയ അറബികൾ ഒരു വാർത്തയായിട്ടാണ് കൊണ്ടുവന്നത്. നോക്കൂ, ഞങ്ങളുടെ നാട് ഇതൊക്കെയാണ് സംഭവിക്കണം, ഒരു നബി വന്നിട്ടുണ്ട്, ഇദ്ദേഹം ഇതൊക്കെ പറയുന്നു. അത് കേട്ടിട്ടല്ല നമ്മുടെ ചെറുപാൻ പെരുമാൾ പറഞ്ഞത്, എനിക്ക് ഇദ്ദേഹത്തെ കാണണമല്ലോ, നമ്മൾക്ക് അറിയണമല്ലോ ഇതിനെ കുറിച്ച്. പറഞ്ഞിട്ട് അദ്ദേഹം കപ്പൽ കയറി അറബ് പെനിൻസുലയിൽ പോയിട്ട് ഇസ്ലാം മതത്തിന്റെ നബിയെ കാണാൻ ആഗ്രഹിച്ചത് കണ്ടു നമ്മുടെ വിശ്വാസം. പക്ഷെ അതല്ല കാര്യം. അദ്ദേഹം തിരിച്ചെത്തിയില്ല, അവിടെ തന്നെ മരണപ്പെട്ടു. പക്ഷെ അദ്ദേഹം പോയൊരു തെളിവ് ഇന്നും കൂടി വളരുന്നുണ്ട്. ഒമാനിന്റെ സലാല കോസ്റ്റിന് താഴെ കേരളത്തിൽ നാളികേര മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അറബി പെനിൻസുലയിൽ കിട്ടില്ല, ഇവിടുന്ന് കൊണ്ടുപോയതാണ് 7ാമത്തെ നൂറ്റാണ്ടത്ത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ട് അനുഭവിച്ച കേരളം, എല്ലാ മതത്തിനെയും എല്ലാ ജാതിയും എല്ലാ വിധത്തിന്റെ വ്യക്തികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഒരു കേരളം. ഇങ്ങനെയല്ലേ ഭാരതവും ആവേണ്ടത്. നമ്മൾ ഭാരതത്തിനെ ഇവര് വിചാരിക്കുന്ന വർഗീയതയും ഒരു ഭാഷയും ഒരു നേതാവും ഒരു പാർട്ടിയും ഒരു രാജ്യവും എന്ന് പറഞ്ഞിട്ട് ഹിന്ദുത്വ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു BJP പാർട്ടിയുടെ രൂപത്തിലാണ് നമ്മൾ കേരളക്കാർ കാണേണ്ടത് നമ്മുടെ രാജ്യത്തിന്. അങ്ങനെ
ആ വിശ്വാസത്തിനെ കുറിച്ച് എന്താണ് അവർ സ്ഥാനാർത്ഥികൾ ഇവിടെ കേരളത്തിൽ പറയാൻ എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം അവരുടെ വിജയം ഇങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം കൊണ്ടുവരാനാണ് അവരുടെ ഉദ്ദേശം. അതവർ ഒളിച്ചിട്ടില്ല. ഭരണഘടനത്തെ മാറ്റണമെന്നും കൂടി ഒരു MP കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചു BJP. അപ്പൊ ആ സ്ഥിതിയിൽ നമ്മൾക്ക് ഏത് വിധത്തിന്റെ ഭാരതമാണ് വേണ്ടത്, ഏത് വിധത്തിന്റെ ഭാരതമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഞാൻ എല്ലാ മലയാളി വോട്ടർമാരോട് ചോദിക്കുന്നു. അതും ഒരു തീരുമാനമാണ്. ഞാൻ നിങ്ങൾക്ക് അറിയാം, ഭാരതത്തിന്റെ ഭൗസ്വരതയ്ക്ക് വേണ്ടിയിട്ടും കേരളത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ശബ്ദം എന്റെ ശബ്ദമാക്കി ഞാൻ പാർലമെന്റിന്റെ അകത്തും പാർലമെന്റിന് വെളിയിലും ദേശീയ അന്താരാഷ്ട്രീയ വേദികളിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ്. എന്റെ നിലപാടിനെ കുറിച്ച് ആർക്കും ഒരു സംശയവും വലിയ സംശയം ഉണ്ടെങ്കിൽ 25 പുസ്തകങ്ങൾ ഞാൻ എഴുതി പബ്ലിഷ് ചെയ്ത് വായിച്ചു നോക്കിക്കോ. അപ്പൊ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിൽക്കുന്നു. രാഷ്ട്രീയം ഒരു MP പ്രവർത്തനം ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം നിലപാടും എടുക്കണം. എന്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട. ആ നിലപാടിന്റെ പേരിലും ഞാൻ ജനങ്ങളുടെ വോട്ട് ആവശ്യപ്പെടുന്നു. ഇത് മാത്രം പറഞ്ഞിട്ട് നമ്മളെല്ലാവരെയും കേൾക്കാൻ വന്നതിലും നിങ്ങൾ എല്ലാവരും എത്തിയതിനും ഞാൻ ഒരിക്കൽ കൂടി മാധ്യമപ്രവർത്തകരോട് പ്രത്യേകിച്ച് നന്ദി പറയട്ടെ. ഞാൻ ഇപ്പോൾ പിന്നെ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം കോൺഗ്രസ് പാർട്ടി അംഗമല്ല, അദ്ദേഹം എല്ലാ വിധത്തിലും നമ്മുടെ സാമൂഹ്യത്തിന്റെ ഒരു പ്രതിനിധിയായി കാണുന്ന ഒരു ബഹുമാനിക്കുന്ന ഒരു 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 പൗരപ്രമുഖനായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് കൈമാറാൻ വേണ്ടി ഞാൻ ഇപ്പോൾ റിപ്പോർട്ട് പ്രകാശിപ്പിക്കുന്നു. രണ്ടുമുണ്ട് കേട്ടോ. ദേശീയ മാധ്യമകാർക്ക് ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും പിടിക്കണം. എല്ലാവരും പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഫോട്ടോസ്. സംസാരിക്കുന്നതിനായി ആദരണീയനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ ശശി തരൂർ പറഞ്ഞതുപോലെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമൊന്നുമല്ല. തികച്ചും സ്വതന്ത്രനായ ഒരു സാമൂഹ്യ ജീവി മാത്രമാണ്. ഞാൻ പരിപാടിയിൽ പങ്കെടുത്തത് ഞങ്ങൾ തമ്മിൽ ഡോക്ടർ ശശി തരൂരും എനിക്കുമിടയിലുള്ള വളരെ പഴയ ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ്. 1900 ആണ്ടിലാണ്. 1900 ആണ്ടിൻ്റെ 1996 കൃത്യമായ തീയതി ഓർമ്മയില്ല. ന്യൂയോർക്കിൽ ലിങ്കൻ സെന്ററിൽ എൻ്റെ പടങ്ങളുടെ ഒരു റിട്രോസ്പെക്റ്റീവ് നടക്കുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ ഉള്ള കുറച്ച് മലയാളികളായിട്ടുള്ള പ്രമുഖർ ഞങ്ങളോടൊപ്പം വന്ന് കാണുകയും കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ശശി തരൂർ എന്ന അദ്ദേഹത്തിനെ അറിയാവുന്നത് ആകെ UN ഉദ്യോഗസ്ഥനാണ്, എഴുത്തുകാരനാണ് എന്നുള്ളത് അതിനപ്പുറം ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ സാക്ഷാൽ ന്യൂയോർക്കിന്റെ മധ്യത്തിൽ അദ്ദേഹം എത്തിയത് അതിശയകരമാണ്. അദ്ദേഹം ഒരു ജുബായും മുണ്ടും കൊടുത്താണ് ആ പരിപാടിക്ക് അവിടെ വന്നത്. അപ്പോൾ എനിക്ക് വലിയ അതിശയമായിരുന്നു. കൃത്യമായിട്ട് കോട്ട് സൂട്ട് ഉപയോഗിക്കുന്ന ആള്, ചായം പകൽ ഉപയോഗിക്കുന്ന ഒരാള് ഞങ്ങളുടെ ചെറിയ യോഗത്തിന് വേണ്ടിയിട്ട് വന്നത് ഈ മുണ്ടും ജുബയും ഇട്ടിട്ടാണ്.
ആ ഒരു ദൃശ്യം എനിക്ക് വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ദശാബ്ദങ്ങൾ തന്നെ കഴിഞ്ഞു. പക്ഷെ അതേ ശശി തരൂരിനെ നമ്മൾ ഇന്ന് ഈ വേദി വെച്ച് കാണുകയാണ്. അദ്ദേഹം ഇന്ന് വളരെ വളരെ സീസൺഡായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായി മാറി. അദ്ദേഹത്തെ അത് വലിയ ഉയർന്ന തലത്തിലുള്ള ബ്യൂറോക്രാറ്റാണ്. അത്രയും വലിയ ബ്യൂറോക്രാറ്റ് നമ്മുടെ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂട്ടത്തിലെ ഒരു വളരെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറി. ഞാനൊരു അത്ഭുതത്തോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത ഒരാൾ, ജീവിതകാലം മുഴുവനും കേരളത്തിന് പുറത്ത് കഴിഞ്ഞ ഒരാൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം കൃത്യമായിട്ടിരുന്ന് മലയാളം പഠിച്ച് ഇതിന്റെ പല പുസ്തകങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പുസ്തകത്തിനൊടുവിൽ പോയി പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നന്നായിട്ട് എങ്ങനെ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയുന്നുവെന്ന്. കാരണം ഒരു ഏതാനും വർഷത്തേക്ക് ഡൽഹി പോയി കഴിഞ്ഞവർ തിരിച്ചു വന്നതിന് മലയാളം പറയത്തില്ല. അങ്ങനെയുള്ളൊരു നാടാണ് നമ്മുടേത്. മലയാളികൾക്ക് ഇംഗ്ലീഷാണ്, പിന്നെ അതിന് വിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ അപവാദമാണ് ഈ ഡോക്ടർ ശശി തരൂര്. അദ്ദേഹം ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ നിങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രത്യേകം കേട്ട് ഞാൻ വളരെ ത്രില്ലായിട്ടിരിക്കുകയായിരുന്നു. കാരണം ഓരോ കേരളത്തിലെ വോട്ടർമാർ അവരവരുടെ ഇഷ്ടാനുസരണമാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ മുമ്പിൽ കാര്യകാരണ സഹിതം എല്ലാ കക്ഷികളും ശരിക്കും പറഞ്ഞാൽ ഇവിടെ മത്സരിക്കുന്ന ഓരോ കക്ഷികളും അവരുടെ ഭാഗം പറഞ്ഞ് അവർ തീരുമാനമെടുക്കണം. അതാണ് ശരി. ഒരിക്കലും ആരെങ്കിലും ഇന്നാര് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ വോട്ട് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുകയില്ല. ഇത് വളരെ നല്ലതാണ്. ഈ വാഗ്ദാനങ്ങളെക്കാൾ വളരെ പ്രധാനം എന്താണ് ചെയ്തത് എന്ന്. അതാണ് ഈ ഒരു ബുക്കിലേക്ക് അദ്ദേഹം പ്രസിദ്ധീകരിച്ചതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഇതിനകം ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ എന്താണ് താൻ ചെയ്തത് എന്ന് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണിത്. ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിന് നമുക്കിപ്പോൾ വലിയ വിശ്വാസമില്ല. കാരണം ഒരുപാട് പേരുടെ വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ട് ശീലമാണിപ്പോൾ. എല്ലാ പാർട്ടികളുടെയും വാഗ്ദാനങ്ങൾ കേട്ട് നമ്മുടെ ചെവി തഴപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്താണ് ചെയ്തത് എന്നാണ് കേൾക്കാൻ ഇപ്പോൾ കിട്ടുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ അവരുടെ സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് ഏറ്റവും യോഗ്യരായ ആളുകളെ തന്നെ ഈ ഇലക്ഷനിൽ ജയിപ്പിക്കും എന്നാണ് ഒരു വോട്ടർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. പ്രസിന്റെ ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമയമാണ്. ബഹുമാനപ്പെട്ട എംപിയോട് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങളുടെ സമയം. ശരി, ഒന്ന് ചോദ്യങ്ങളുണ്ടെങ്കിൽ കേൾക്കാൻ. സോറി, ഡോക്ടർ ശശി തരൂർ ഒരു കാര്യം ചോദിച്ചോട്ടെ. 400 സീറ്റിൽ സൗണ്ട് ശരിയല്ല. 400 സീറ്റിലും മുകളിൽ ഉറപ്പാണ് എന്ന പ്രൊപ്പഗാൻഡയിലാണ് BJP പ്രധാനമന്ത്രി പോകുന്നത്. അവിടെ പ്രതിപക്ഷത്തിന്റെ സ്പേസ് കുറയുകയാണ്. എന്തിന്? അതായത് ഞാൻ പറയട്ടെ, ഈ ഒരേ പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ ഡബിൾ ഡിജിറ്റ് കിട്ടുന്നത് പറഞ്ഞ പ്രധാനമന്ത്രി. നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയാലോ. ഞാൻ പറഞ്ഞു ആ സമയത്ത് ഡബിൾ ഡിജിറ്റ് കിട്ടാൻ ഒരൊറ്റ മാർഗം ഇടും, 2 ഡിജിറ്റും 0 അങ്ങനെയാ ഡബിൾ ഡിജിറ്റ് കിട്ടും. ഇവരെ ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? ഈ 400 സീറ്റ് പറഞ്ഞ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് നിങ്ങളുടെ സീറ്റുകൾ കൂടാൻ പോകുന്നത്? 2019 അവർ ശക്തമായിരിക്കുന്ന എല്ലാ പ്രദേശത്തിലും അവർ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഹരിയാനയിലെ എല്ലാ സീറ്റ്, ഗുജറാത്തിലെ എല്ലാ സീറ്റ്, രാജസ്ഥാനിലെ എല്ലാ സീറ്റ്, മധ്യപ്രദേശിൽ ഓൾ ബട്ട് 1, ബീഹാറിലെ ഓൾ ബട്ട് 1, ഛത്തീസ്ഗഡിലെ ഓൾ ബട്ട് 2, കർണാടകയിലെ ഓൾ ബട്ട് 1. ഇതെല്ലാം ചെയ്ത ശേഷം ഇനി എവിടെയാണ് സീറ്റ് കൂടാൻ പോകണം? അവർ ചൂണ്ടിക്കാണിക്കട്ടെ. അവർക്ക് ആകെ ചൂണ്ടിക്കാണിക്കാൻ ഉത്തർപ്രദേശാണ്. അവിടെ 64 65 എണ്ണങ്ങൾ കിട്ടി. ഇനി 4-5 കൂടി കിട്ടുന്നതാണ് അവർ പറയുന്നത്. അതും കൂടി നമുക്ക് എനിക്ക് തോന്നുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ശക്തമായ ഒരു പ്രതിപക്ഷ അലയൻസ് ഉണ്ട്. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിന്റെയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അലയൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം പോട്ടെ. പ്രശ്നം ഇതാണ്,
ഒരു BJP-ക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ ഒരു പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി ഇല്ല. അത് ഒന്ന്. രണ്ടാമത്തത്, അവരുടെ ഇപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ എത്തിയ തെളിവ് എന്താണ് നമ്മൾ കാണുന്നത്? ഒരിക്കൽ മോശവാക്ക് പറഞ്ഞിട്ട് NDA പുറത്താക്കിയ പാർട്ടികളെ ഇപ്പൊ അവര് പോയി കെഞ്ചി വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു. ചന്ദ്രബാബു നായിഡു മോദി സർക്കാരിനെതിരെ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് നടത്തിയ ഒരു പാർട്ടി അദ്ദേഹത്തെ തെറി വിളിച്ച് ഇയാൾ ടെററിസ്റ്റ് ആണെന്നും കൂടി പറഞ്ഞ ചന്ദ്രബാബു നായിഡുവിനെ അവര് കെഞ്ചി ചെയ്തിട്ട് സമാധാനത്തോടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന NDA. അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ഉറപ്പാനെ മനസ്സിലാക്കി അവർക്ക് ഭൂരിപക്ഷം കൂടി കിട്ടാൻ സാധ്യതയില്ല ഇത്തവണ ഘടകകക്ഷികളില്ല. ആ 400 വോട്ടെ 300 കൂടി കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരുന്നത്. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഓരോരോ സ്ഥലത്ത് അകാലിദളിനെ പുറത്താക്കി 2 വർഷം കൂടി ആയിട്ടില്ല. അകാലിദളിൽ പോയപ്പോൾ അവര് സോപ്പിടുന്നു. ഓരോരോ പാർട്ടികൾ RLD അതുപോലെ തന്നെ രാഷ്ട്രീയ ലോക്ദൾ എന്ന് പറഞ്ഞ അജിത് സിംഗിന്റെയും ചൗധരി ചരൺ സിംഗിന്റെയും കുടുംബത്തിന്റെ പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത്. അവരെ എല്ലാവരെയും ഇത്ര വർഷം ദൂരത്ത് നിർത്തിയ ശേഷം ഇപ്പോൾ പോയിട്ട് അവരെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നടന്നു. UP 2 സീറ്റ് അവർക്ക് കൊടുക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോ ഇങ്ങനെ ഭയം നമ്മളെല്ലാവർക്കും കാണിക്കുന്ന ഒരു പാർട്ടിക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് അവർ പ്രഖ്യാപിക്കുന്ന ഈ നമ്പറുകളൊക്കെ വിശ്വസിക്കുന്നത്? 400 അല്ല, ഞാൻ പറയട്ടെ, BJP-ക്ക് 300 കൂടി കിട്ടാൻ സാധ്യത, 272 കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഞങ്ങളുടെ പ്രചരണം പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കുന്ന ഓരോരോ സംസ്ഥാനങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ആഴ്ചകളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നമ്മുടെ ജനങ്ങളുടെ 2004 കാണിച്ച പോലെ ഒരു സർപ്രൈസ് വിക്ടറി കൊണ്ടുവരാം. 2004 നമ്മൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് ഈ വോട്ട് എണ്ണം കൂടി ആവശ്യമില്ല, വാജ്പേയി വീണ്ടും വരേണ്ടത്, അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്ന സമയത്താണ് ആദ്യത്തെ UPA സർക്കാർ വന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, 2004 കഴിഞ്ഞിട്ട് 2024 കാത്തിരിക്കണം. 2019 രാഹുൽ ഗാന്ധിയുടെ കാൻഡിഡേറ്റ് കേരളത്തിലുണ്ടോ നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ സത്യം പറയുന്നത് തിരുവനന്തപുരത്തിലാണ് ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്റെ അറിവില് രാഹുൽ ഗാന്ധി ഒരു കേരള MP ആയി വരുന്നത് പറയുന്നത് എല്ലാ കേരള മനസ്സുള്ളവരെ ജനങ്ങളെ അത് സ്വാധീനിക്കും. കാരണം അദ്ദേഹം നമ്മുടെ ഒരു പ്രതിനിധിയായിട്ട് ഒരു ദേശീയ നേതാവ് വരുമ്പോൾ അത് നാം എല്ലാവർക്കും ഒരു കുറച്ചൊരു ഗൗരവമുള്ളത് നല്ല കാര്യമാണ് രാഹുൽ ഗാന്ധി വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതേപോലെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ വിഷയത്തിൽ കേരളത്തെ ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹമാണ് അടുത്ത സർക്കാർ നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മളുടെ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, അവിടെ ഇറങ്ങണം. പിന്നെ ചില സംസ്ഥാനങ്ങളിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡൽഹി ഉദാഹരണമാണെങ്കിൽ കഴിഞ്ഞ 2 തവണ ഡൽഹിയിൽ ഒരു സീറ്റും കിട്ടിയില്ല. ഈ തവണ ആം ആദ്മി പാർട്ടിയുടെ നല്ല അണ്ടർസ്റ്റാൻഡിങ് 4-3 നമ്മൾ പങ്കെടുക്കാൻ പോകും. ഒരേ സമയത്ത് സത്യമാണ് പഞ്ചാബിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല ഒരേ പാർട്ടിയുടെ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കാണുന്നത് കേരളത്തിൽ നമ്മുടെ LDF-ഉം ഒരിക്കലും ഒരുമിച്ച് മത്സരിക്കില്ല. പക്ഷെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ എന്താ കാണുന്നത്? CPI, CPM, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, DMK എല്ലാവരും ഒരുമിച്ചാണ്, ഒരു തർക്കമില്ല. അപ്പൊ ഈ ഇന്ത്യ മുന്നണിയുടെ ഗുണം ഓരോരു സംസ്ഥാനം സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ആണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കണ്ടോളൂ, എനിക്ക് വലിയ ഭയമില്ല. നിങ്ങളെ ഞെട്ടിപ്പിക്കാനുള്ള ചില നമ്പേഴ്സ് വരാൻ പോവുകയാണ്. ഇന്ന് നമുക്കറിയാമല്ലോ എപ്പോഴായിരിക്കും വോട്ടിങ്ങും എപ്പോഴായിരിക്കും എണ്ണലൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സംസാരിക്കും. അതിൽ ഞാനിപ്പോ ചൂണ്ടിക്കാണിച്ചത് അല്ലല്ല, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കഴിഞ്ഞ തവണ എല്ലാവരുടെയും ആയിരുന്നു. അദ്ദേഹം വയനാട്ടിൽ എന്റെ ഓർമ്മയിൽ 3-4 പ്രാവശ്യമേ വരാൻ സാധിച്ചുള്ളൂ. പക്ഷെ ജനങ്ങൾക്ക് നമ്മുടെ പാർട്ടിയുടെ മൂല്യങ്ങളും പോളിസീസും ഐഡിയോളജിയും വിശ്വസിക്കുന്ന കാരണം അവര് അദ്ദേഹത്തെ എല്ലാ ദിവസവും ആവശ്യപ്പെടുത്തി അവര് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന്റെ പേരിൽ ഓഫ്കോഴ്സ് കോൺഗ്രസ് പാർട്ടി നേതാക്കളെ എല്ലാ ദിവസവും പ്രചരണം ചെയ്തു. പക്ഷെ അദ്ദേഹം തന്നെ എന്റെ ഓർമ്മയിൽ 4 തവണ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം ഭാരതം മുഴുവൻ പ്രചരണം ചെയ്തു. ഒരു പക്ഷേ ഇനിയൊരു സ്ഥലത്ത് കൂടി മത്സരിക്കാൻ സാധ്യതയുണ്ടാകും, നമ്മൾ അറിയില്ല. ഞങ്ങളുടെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളുടെ പേര് കൂടി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് കഴിഞ്ഞാൽ ബാക്കി പേരുകൾ വേഗം വരുന്നതാണ് എന്റെ വിശ്വാസം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു, അമേഠിയിൽ പരാജയപ്പെട്ടു. അമേഠിയിലെ പരാജയത്തിന് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് വയനാട്ടിലെ മത്സരവും അതുപോലെ തന്നെ ലീഗും അവരുടെ കൊടികൾ ഉയർത്തിയത് അമേഠിയിൽ അത് പാകിസ്ഥാന്റെ പതാകയായി BJP ചൂണ്ടിക്കാണിച്ചതൊക്കെയാണ്. ഇത്തവണയും അതേ പ്രചരണത്തിന് തന്നെയല്ലേ ഈ കോൺഗ്രസ് വഴിവെച്ചു കൊടുത്തിരിക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, ഒന്നാം കാര്യം മുസ്ലിം ലീഗിനെ കേരളക്കാർക്ക് നല്ലപോലെ അറിയാം. ഞാൻ ഇംഗ്ലീഷിലെ ആൾക്കാരോട് വടക്കൻ ഭാരത് ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം.
ഒരു കമ്മ്യൂണിറ്റി പാർട്ടി എന്താണ്, ഒരു കമ്മ്യൂണൽ പാർട്ടി എന്താണ്. ഇവർ കമ്മ്യൂണൽ പാർട്ടി എന്താണ്? ഇവർ മതേതര വിശ്വാസികളാണ്. ഇവർ ജനാധിപത്യത്തിൽ മറ്റേവരോടൊപ്പം എപ്പോഴും സഹകരിച്ച ഒരു പാർട്ടിയാണ്. 1-2 തവണ മുസ്ലിം ലീഗിന്റെ നോൺ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയ ഒരു പാർട്ടിയാണ്. അവർ തീവ്രവാദികളൊന്നും അല്ല, നിങ്ങൾക്ക് അറിയില്ലേ? കേരളക്കാർക്ക് അതറിയും. ഇതിനെ തെറ്റിദ്ധാരണ ജനങ്ങളുടെ മനസ്സിൽ അവർ ഇറക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പാകിസ്ഥാൻ ഫ്ലാഗ് എന്നൊക്കെ പറഞ്ഞ നോണയാണ്. പാകിസ്ഥാൻ ഫ്ലാഗ് അല്ല, മുസ്ലിം ലീഗിന്റെ സ്വന്തം ഫ്ലാഗ് 1948 അവര് പുതിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിഷൻ വന്ന ശേഷം സ്ഥാപിച്ച ഒരു പാർട്ടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ ഇത് പണ്ട് കാലത്തെ മുസ്ലിം ലീഗോ പാകിസ്ഥാനിന് ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് അല്ല, ഇതൊരു പുതിയൊരു പാർട്ടിയാണ് 48 സ്ഥാപിച്ചത്. ഈ പാർട്ടിയുടെ ഒപ്പം ഞങ്ങൾ സഹകരിക്കണം. ഈ പാർട്ടി ഞങ്ങളൊപ്പം ഒരു അരനൂറ്റാണ്ടായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് ഒരു സംശയമില്ല ഇതിനെ കുറിച്ച്. അത് നമ്മൾ ജനങ്ങളെ മനസ്സിൽ എത്തിക്കണം. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, ഞങ്ങൾ ആരെയും പിന്നെ അവരുടെ മതത്തിന്റെ പേരിലോ അവരുടെ ഭാഷയുടെ പേരിലോ അവരുടെ ജാതിയുടെ പേരിലോ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. ഞങ്ങൾ എല്ലാവരെയും ഒന്നായി കാണുന്നു. ഇവര് ഭാരതീയരാണ്, ഭാരതീയ പൗരനാണ്, ഞങ്ങളൊപ്പം നിൽക്കുന്നു, ഞങ്ങൾ അവരൊപ്പം നിൽക്കുന്നു. ഇതിൽ ഒരു മാറ്റവും വ്യത്യാസമുണ്ട്. ഒരു മിനിറ്റ്, ഇദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുമെന്ന് കേൾക്കട്ടെ, നിങ്ങൾക്ക് വരാം.